നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രത്യേകിച്ച് ബജറ്റിന് ശേഷം പറഞ്ഞു കേൾക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ്. അതായത് PFC പവർ ഫിനാൻസ് കോർപ്പറേഷനും അതുപോലെ RECയും തമ്മിലുള്ള മേജർ, റീജിയണൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും. നമുക്കറിയുന്ന പോലെ തന്നെ RECയും പവർ ഫിനാൻസും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു ബാന്ധവം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. 2019 പവർ ഫിനാൻസ് കോർപ്പറേഷൻ RECയുടെ ഏകദേശം 53% അടുത്ത് വരുന്ന ഓഹരികൾ എക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു മെർജർ എന്ന് പറയുന്നത് ഇതൊരു ഓപ്പറേഷണൽ ഇൻറ്റഗ്രേഷൻ ആയിട്ട് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മെർജറിനെ തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ REC ഡീലിസ്റ്റഡ് ആവും, പവർ ഫിനാൻസ് കോർപ്പറേഷൻ മാത്രമായിട്ട് ലിസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് നിലനിൽക്കും, ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു NBFC പോലെ. ഇങ്ങനെ മെർജറിന് ശേഷം ഏകദേശം 10 ലക്ഷം കോടി രൂപയുടെ ഏകദേശം $120 ബില്യൺ തത്തുല്യമായിട്ടുള്ള ലോൺ ബുക്കുള്ള ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു പവർ ഫിനാൻസ് കമ്പനിയായിട്ട് ആയിരിക്കും PFC മാറുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഒരു മേജറിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു ഗുണം വലിയ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നൊക്കെ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് കടമെടുക്കൽ ചുരുങ്ങിയ ചിലവിൽ നടക്കും എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കടമെടുക്കലിൻ്റെ ചിലവെന്ന് പറയുന്നത് പലിശ തന്നെയാണ്. അപ്പോൾ ഇത്ര വലിയ ക്രെഡിബിൾ ആയിട്ടുള്ള, വലിയ ഓർഡർ ബുക്കുള്ള, വലിയ ലോൺ ബുക്കുള്ള, വലിയ അസറ്റുള്ള, വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള PFC എന്ന് പറയുന്ന ഒരു കമ്പനി ബോണ്ടുകൾ ഇറക്കുമ്പോൾ ചുരുങ്ങിയ ചിലവിൽ തന്നെ അവ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിനെ തുടർന്ന് മാർജിൻസ്, കടമെടുക്കുന്നതിൻ്റെ ചിലവ് കുറയുന്നത് കൊണ്ട് തന്നെ ലോൺ എടുക്കുന്നത് അതേ ഇൻട്രസ്റ്റ് തന്നെയാണെന്ന് കരുതി കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻസ് സ്വാഭാവികമായിട്ടും ഉയരും. ഇതാണ് PFCയെ സംബന്ധിച്ച് മേജറിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയുന്ന പോലെ തന്നെ പ്രത്യേകിച്ച് പല പബ്ലിക് സെക്ടർ പ്രോജക്റ്റുകൾക്കും വേണ്ടിയിട്ട് PFCയും RECയും രണ്ടും കോമ്പീറ്റ് ചെയ്തിട്ട് മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ബിഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ടും തമ്മിൽ മത്സരിക്കുന്ന ഈ ഒരു സംഗതി ഇനി മുതൽ ഇല്ലാണ്ടായിക്കോളും. അതേപോലെ തന്നെയാണ് മൂലധനത്തിൻ്റെ ഉപയോഗവും. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. അതോടുകൂടി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ഷീറ്റ് പവർ ഫിനാൻസ് കോർപ്പറേഷന് വന്നു ചേരും. മേൽപ്പറഞ്ഞവയൊക്കെയാണ് ഇതിൻ്റെ ഗുണമേന്മകൾ. അതേസമയം തന്നെ ചില മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോറോവർ ലിമിറ്റാണ്. അതായത് ഒരു കമ്പനിക്ക് കടമെടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി പരിധി RBI നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ RECയും പവർ ഫിനാൻസ് കോർപ്പറേഷനും രണ്ടുപേരും കൂടി മേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ രണ്ടും കൂടി ചേർന്നിട്ട് ഒരൊറ്റ കമ്പനിയായിട്ട് മാറുന്നതോട് കൂടിയിട്ട് ഒരു കമ്പനിക്ക് കടമെടുക്കാൻ കഴിയുന്ന പരിധിയുടെ ആ ഒരു പരിധിയിൽ വന്നു ചേരും. ഇതേ കാര്യം തന്നെയാണ് ലോൺ ബുക്കിലേക്ക് പോകുമ്പോഴും. സിംഗിൾ ബോറോവർ എക്സ്പോഷർ ലിമിറ്റ് അതും അപ്ലിക്കബിൾ ആവും. മറ്റുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഒരു മേർജറിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, നമുക്കറിയുന്ന പോലെ തന്നെ ഇതൊരു പബ്ലിക് സെക്ടർ കമ്പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മേർജർ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. യൂണിയനുകളുണ്ട്, അതേപോലെ തന്നെ രണ്ട് കമ്പനിയുള്ള സീനിയർ മാനേജ്മെൻറ്റ് പൊസിഷൻസ് ഉള്ളവരുണ്ട്. ഇതിൻ്റെയൊക്കെ കൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാഗ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്ര എളുപ്പത്തിൽ നടന്നു പോകുന്ന ഒരു സംഭവമായിട്ടൊന്നും കരുതുന്നില്ല. 1 വർഷത്തോളമൊക്കെ സമയം എന്തായാലും എടുത്തേക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാലയളവിലുള്ള താമസം എന്ന് പറയുന്നത്, നമുക്കറിയുന്ന പോലെ തന്നെ പവർ സെക്ടറിൻ്റെ അകത്ത്, ഇന്ത്യയുടെ പവർ സെക്ടർ എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പവർ സെക്ടറാണ്. ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു ലാഗ്, കാരണം രണ്ട് കമ്പനിക്കും ഈ ഒരു ഓപ്പറേഷണൽ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മേർജറിൽ വരുന്നൊരു ലാഗ് സത്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയോ അല്ലെങ്കിൽ വരും ക്വാർട്ടറുകളിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ കുറച്ചു കാലത്തേക്കെങ്കിലും പിടിച്ചു നിർത്തുകയോ ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇതിൻ്റെ അകത്ത് REC ഹോൾഡ് ചെയ്യുന്നവരുണ്ടാകാം, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്നവരുണ്ടാകാം, അതേപോലെ തന്നെ പുതുതായിട്ട് ഇതിന് രണ്ടിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാങ്ങണം അല്ലെങ്കിൽ ഏത് വിൽക്കണം എന്നൊക്കെ ഉള്ളതായിരിക്കും. വാല്യുവേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ വാല്യുവേഷൻ താരതമ്യേന കുറച്ച് ഡീസൻറ്റോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതൊരു ഹോൾഡിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെയാണ്. ആ ഒരു അണ്ടർ വാല്യൂഡ് സെറ്റപ്പ് എന്തായാലും അവിടെ ഉണ്ടാകും. പക്ഷേ RECയെ സംബന്ധിച്ച് അങ്ങനെയില്ല. കൂടാതെ RECയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേർജ് ചെയ്ത് കഴിഞ്ഞാൽ REC എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവിടെ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ RECയുടെ ഷെയർസ് എടുത്തിട്ട് ഈ സ്വാപ്പ് റേഷ്യോ എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് REC ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അത് ഒരു ലാഭകരമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച്. സ്വാപ്പ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര REC ഷെയർസ് കയ്യിലുള്ള ആൾക്ക് എത്ര പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഷെയർസ് ലഭിക്കും എന്നുള്ള ആ ഒരു അനുപാതം. മേർജറിന് ശേഷം എന്തൊക്കെ പറഞ്ഞാലും പവർ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു AAA റേറ്റിംഗ് ഉള്ള ഒരു ലെൻഡിങ് ഏജൻസി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും പവർ ഫിനാൻസ് കോർപ്പറേഷന് ഇത് എന്തുകൊണ്ടും നല്ലതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവരെ സംബന്ധിച്ച്, പുതുതായിട്ട് നിങ്ങൾ ഈ ഒരു വാർത്തയെ കണ്ട് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആയിരിക്കും RECയേക്കാളും നല്ലത്. പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. കാരണം വാല്യുവേഷൻ ആണ് ഒന്നാമത്തെ കാര്യം. പ്രൈസ് ടു ബുക്ക് വാല്യൂ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് തരത്തിലുള്ള വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാലും കുറച്ചൊരു റീസണബിളോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡോ ആയിട്ടുള്ളതാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരൻറ്റ് കമ്പനിയുടെ പ്രിവിലേജാണ്. അതായത് പാരൻറ്റ് കമ്പനി എപ്പോഴും അവിടെ നിലനിൽക്കും. സ്വാപ്പ് റേഷ്യോയുടെ ദയൊന്നും കാത്തിരിക്കേണ്ട ഒരു ആവശ്യവും, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് എന്തായാലും ലഭിക്കും. ഇതെല്ലാം പറയുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ 2 കമ്പനികളിൽ ഏതിലെങ്കിലും നിക്ഷേപിക്കുന്നവർ അവർ മേജറിന് ശേഷമുള്ള ഒരു പെട്ടെന്നുള്ളൊരു ലാഭമോ അങ്ങനെയുള്ളതൊന്നും നോക്കിയിട്ട് നിക്ഷേപിക്കാതിരിക്കുക. കാരണം അത്തരത്തിലുള്ള വലിയൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വലിയൊരു ലാഭമോ അല്ലെങ്കിൽ കുതിച്ചുകയറ്റമോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയൊരു ധാരണയില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഇപ്പോൾ ഒരു 500 GW റിന്യൂവബിൾസിൻ്റെ തന്നെയുള്ള ഒരു സൂപ്പർ സൈക്കിളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫണ്ടിങ് മോശമില്ലാത്ത, പ്രത്യേകിച്ച് പവർ ഫിനാൻസിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കീമിൻ്റെ അകത്തുള്ള ഒരു ഫണ്ടിങ് ഒരിക്കലും നിലയ്ക്കാത്തതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു പവർ സെക്ടറിലുള്ള ഒരു ഫണ്ടിങ് എന്ന് പറയുന്ന വലിയൊരു സാധ്യത, ആ സാധ്യത മുന്നിൽ കണ്ട് കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ തയ്യാറുള്ളവർ, അവർക്ക് നിക്ഷേപിക്കാൻ പറ്റിയ സ്റ്റോക്കുകളാണ് ഇത് രണ്ടും. ഈ 2ൽ PFC പ്രിഫർ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ഡിവിഡൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്തായാലും മേജറിന് ശേഷം ഇന്നത്തെ അതേ മാനേജ്മെൻറ്റ് പോളിസീസ് ആണെങ്കിൽ ഏകദേശം 7 to 8% ഡിവിഡൻഡ് ഈൽഡ് പവർ ഫിനാൻസ് കോർപ്പറേഷന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.